ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ മലയാളത്തിൽ പറയാറുണ്ട്, ഇപ്പം ഞാൻ 2 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ്, ഞാൻ 2 മണിക്കൂറായിട്ട് പഠിക്കുകയാണ്, അവൾ 2 മണിക്കൂറായിട്ട് പുറത്തു പോയിരിക്കുകയാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അത് സിമ്പിളാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇന്ന് ഞാൻ തിരക്കിലായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ തിരക്കിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ തിരക്കിലായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് പാസ്റ്റ് അല്ലേ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഹാവ് ബീൻ എന്ന് യൂസ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇവിടെ പാസ്റ്റ് അല്ല പറയുന്നത്, പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയുന്നത്. അതായത് ആ ഒരു പ്രവൃത്തി നമുക്ക് കഴിഞ്ഞിട്ടില്ല, അതായത് തിരക്കിലായിരുന്നു, ഇപ്പോഴും ആ തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അവിടെയാണ് നമ്മൾ ഐ ഹാവ് ബീൻ ബിസി ടുഡേ, ഐ ഹാവ് ബീൻ ബിസി ടുഡേ എന്ന് പറയേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഐ വാസ് ബിസി ടുഡേ എന്ന് പറയാം. അപ്പൊ ഈ വാസും ഹാവ് ബീനും ഹാഡ് ബീനും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് തിരക്കിലായിരുന്നു, ഐ ഹാവ് ബീൻ ബിസി ടുഡേ. ഓക്കെ, ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെയാണ്, ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെയാണ് അല്ലെങ്കിൽ ഇവിടെയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തി നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് വി ഹാവ് ബീൻ ഹിയർ സിൻസ് മോർണിംഗ്. ഓക്കെ, വി ഹാവ് ബീൻ ഹിയർ സിൻസ് മോർണിംഗ്. ഓക്കെ, അവർ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. ഇവിടെ നമ്മൾ ഒരു വെർബ് മാത്രമല്ല പഠിക്കുന്നത് അല്ലെ, അവർ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ ഇയേഴ്സ്. ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ ഇയേഴ്സ്. അവർ വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്ന് തിരക്കിലല്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ തിരക്കിലല്ല, ഇപ്പോഴും ഞാൻ തിരക്കിലല്ല എന്നുള്ള ഒരു ഉദ്ദേശമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായി പറയാം, എന്ത്, ആ ഫസ്റ്റ് പറഞ്ഞ സെന്റൻസിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക. എവിടെ? ഹാവിന്റെ കൂടെ. ഐ ഹാവിൻറ്റ് ബീൻ ബിസി ടുഡേ. ഓക്കെ, ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ we haven't. haven't എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ have not. we haven't been here since morning. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഹാവിന്റെ കൂടെ അല്ലെങ്കിൽ ഹാസിന്റെ കൂടെ ഒരൊറ്റ നോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അവർ വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നില്ല. അവർ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളായിരുന്നില്ല. എങ്ങനെ പറയാ? they haven't been friends for years. ഓക്കെ, അവൻ 2 ദിവസമായിട്ട് അസുഖത്തിലാണ്. ഇവിടെ സബ്ജക്റ്റ് മാറിട്ടോ, അവൻ 2 ദിവസമായിട്ട് അസുഖത്തിലാണ്. അപ്പം അവനാകുമ്പോൾ ഹി ഹാസ് ബീൻ എന്ന് പറയും. ഹി ഹാസ് ബീൻ സിക്ക് ഫോർ 2 days. അവൻ 2 ദിവസമായിട്ട് അസുഖത്തിലാണ്, അസുഖം ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹാവ് ബീനും ഹാസ് ബീനും പഠിക്കുന്ന സമയത്ത് നമുക്കൊരു സ്ട്രക്ചർ പഠിച്ചു വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അത് വെർബ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രക്ചർ ഞാൻ അവസാനം പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞ സെന്റൻസുകളിലൊന്നും വെർബ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഡെയിലി ലൈഫിൽ നമ്മൾ ഇതുപോലെ പറയാൻ വേണ്ടിയിട്ടല്ലേ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം പോവുകയാണ്, വരികയാണ്, കാത്തു നിൽക്കുകയാണ്, ഇത് മാത്രമല്ലല്ലോ നമ്മൾ പറയാറ്. ഇപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ച സെന്റൻസുകളിൽ പറഞ്ഞതുപോലെ അവൾ മുഴുവൻ ദിവസം വീട്ടിലായിരുന്നു അല്ലെ, അവൾ മുഴുവൻ ദിവസം വീട്ടിലായിരുന്നു അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്നു എന്നാണ്. എങ്ങനെ പറയാ? അവളായിരുന്നു അല്ലെങ്കിൽ അവൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് വാസ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവൾ മുഴുവൻ ദിവസം വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേ ഇവിടെ ആ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും അവൾ വീട്ടിലുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഷി ഹാസ് ബീൻ അറ്റ് ഹോം ഓൾ ഡേ. ഷി ഹാസ് ബീൻ അറ്റ് ഹോം ഓൾ ഡേ. അവൾ മുഴുവൻ ദിവസവും വീട്ടിലായിരുന്നു. ഓക്കെ, കുഞ്ഞ് ഇന്ന് ശാന്തമായിരുന്നു. അതായത് കുഞ്ഞിന്ന് കരഞ്ഞിട്ടില്ല, വാശി പിടിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. കുഞ്ഞ് ഇന്ന് ശാന്തമായിരുന്നു. കുഞ്ഞെന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പം ദ ചൈൽഡ് ഹാസ് ബീൻ ക്വൈറ്റ് ടുഡേ അല്ലെങ്കിൽ ദ ബേബി ഹാസ് ബീൻ ക്വൈറ്റ് ടുഡേ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന് നെഗറ്റീവ് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഹാസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക. അവൻ 2 ദിവസമായിട്ട് അസുഖത്തിലായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവന് അസുഖം ഉണ്ടായിരുന്നില്ല, 2 ദിവസമായിട്ട് അവന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഹി ഹാസിന്റ് ബീൻ സിക്ക് ഫോർ 2 days. He hasn't been sick for 2 days. ഓക്കെ, അവിടെ നമ്മൾ ഹാസിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്തു. അവൾ മുഴുവൻ ദിവസം വീട്ടിലായിരുന്നില്ല. അവൾ മുഴുവൻ ദിവസം അല്ലെങ്കിൽ വീട്ടിൽ
ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ, വീട്ടിലായിരുന്നില്ല എന്നാണെങ്കിൽ ഷി ഹാസൻറ്റ് ബീൻ അറ്റ് ഹോം ഓൾ ഡേ. ഹി ഹാസൻറ്റ് ബീൻ അറ്റ് ഹോം ഓൾ ഡേ. അവിടെയും ഹാസ് നോട്ട് എന്ന് യൂസ് ചെയ്തു. ഓക്കെ, കുഞ്ഞിനെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞിന്ന് ശാന്തമായിരുന്നില്ല. കുഞ്ഞിന്ന് ശാന്തമായിരുന്നു എന്ന് പറയുമ്പം ഹാസ് ബീൻ എന്ന് യൂസ് ചെയ്യും. കുഞ്ഞിന്ന് ശാന്തമായിരുന്നില്ല. ദ ചൈൽഡ് ഹാസൻറ്റ് ബീൻ ക്വൈറ്റ് ടുഡേ. ഓക്കെ, ഇനി നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത് യാത്രക്ക് മുമ്പ് ഞാൻ ക്ഷീണിച്ചിരുന്നു. യാത്രക്ക് മുമ്പ് ഞാൻ ക്ഷീണിച്ചിരുന്നു. അത് ഒരു കഴിഞ്ഞ ഉടനെ പറയാണ് നമ്മൾ, അല്ലെ? യാത്രക്ക് മുമ്പ് ഞാൻ ക്ഷീണിച്ചിരുന്നു. ഐ ഹാഡ് ബീൻ ടയേർഡ് ബിഫോർ ദ ജേർണി. ഐ ഹാഡ് ബീൻ ടയേർഡ് ബിഫോർ ദ ജേർണി. ഓക്കെ, അവൻ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അവനായാലും അവരായാലും സബ്ജക്റ്റിനൊരു ഇതുമില്ല കേട്ടോ. സബ്ജക്റ്റ് വന്നെന്ന് വെച്ചിട്ട് നമ്മൾ ഹാഡ് ബീൻ തന്നെയാണ് യൂസ് ചെയ്യുക. അവൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, അവൻ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, ഓൾറെഡി എന്ന് പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഏർലിയർ എന്ന് പറയാറുണ്ടല്ലോ. ഈ ഒരു മീനിങ് ആട്ടോ. അവൻ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ ദർ ഏർലിയർ. ഹി ഹാഡ് ബീൻ ദർ ഏർലിയർ. ഓക്കെ, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർ റെഡി ആയിരുന്നു. എന്താണ്? ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർ റെഡി ആയിരുന്നു. ദേ ഹാഡ് ബീൻ റെഡി ബിഫോർ വി അറൈവ്ഡ്. ദേ ഹാഡ് ബീൻ റെഡി ബിഫോർ വി അറൈവ്ഡ്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർ റെഡി ആയിരുന്നു. ഓക്കെ, ഇനി ഇതിന്റെ നെഗറ്റീവിൽ പറയുകയാണെങ്കിലും യാത്രക്ക് മുമ്പ് ഞാൻ ക്ഷീണിച്ചിരുന്നില്ല എന്ന് പറയുകയാണെങ്കിലോ യാത്രക്ക് മുമ്പ് ഞാൻ ക്ഷീണിച്ചിരുന്നില്ല. ഐ ഹാഡിൻറ്റ്, അല്ലേ? അവിടെ ഹാഡ് നോട്ട് തന്നെയാണ് പറയേണ്ടത്. ഒരു കാര്യം നമുക്ക് ഉണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡിഡിന്റ് ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ നമ്മളൊരു കാര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് ഞാൻ ക്ഷീണിച്ചിരുന്നില്ല, അല്ലെ? നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഐ ഹാഡിൻറ്റ് ബീൻ ടയേർഡ് ബിഫോർ ദ ജേർണി. ഞാൻ യാത്രക്ക് മുമ്പ് ക്ഷീണിച്ചിരുന്നില്ല. ഓക്കെ, അവൻ മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് അവൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. ഹി ഹാഡിൻറ്റ് ബീൻ ദർ ഏർലിയർ. ഓക്കെ, അതുപോലെ എല്ലാ സെന്റൻസും നമുക്ക് പറയാനായിട്ട് പറ്റും. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർ റെഡി ആയിരുന്നില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, അല്ലെ? അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ്? ഒരു കാര്യം നമ്മളിപ്പം ചെയ്തിട്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷന് അവിടെ നമുക്ക് എങ്ങനെ സെന്റൻസ് പറയാം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഞാൻ പറയാം. സബ്ജക്റ്റ്, അതിനുശേഷം ഹാഡ്. നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് പ്ലൂരല്, ഹാസ് സിംഗുലർ, ഹാഡ് കഴിഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബീൻ, അല്ലേ? അപ്പം സബ്ജക്റ്റ് പ്ലസ് ഹാവ്, ഹാസ് ഓർ ഹാഡ്, ബീൻ. അതിനുശേഷം പ്ലസ് എന്ത് വേണം? വെർബ് ആണെങ്കിൽ ING ഫോമിലോട്ട് വരണം. അതായത് ഇപ്പൊ നമ്മൾ വെർബല്ല യൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറച്ച് സമയമായിട്ട് ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് ഇങ്ങനെ ഒരു വെർബ് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓരോ ഫീലിങ്സുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ അവിടെ നമുക്ക് എന്ത് പറയാം? സബ്ജക്റ്റ് പ്ലസ് ഹാവ്, ഹാസ് ഓർ ഹാഡ്, ബീൻ പ്ലസ് നമ്മുടെ വെർബാണ്. അത് ഏത് ഫീലിലാണ് നമ്മുടെ വെർബ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച്. എന്നാൽ നമ്മൾ ശരിക്കുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഹാവ് ഓർ ഹാസ് ഓർ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് എന്താണ്? വെർബ് ING ഫോം എന്നാണ്. അപ്പൊ ഈ പറഞ്ഞൊരു സെന്റൻസ് നോക്കൂ. ഞാൻ കുറച്ച് സമയമായിട്ട് നിന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും ആ കാത്തിരിപ്പ് തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫോർ സം ടൈം എന്ന് പറയണം. എന്നാൽ അത് അവളാണെങ്കിലോ, അവൾ കുറച്ച് സമയമായിട്ട് നിന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫോർ സം ടൈംസ്. അവിടെ ഡിഫറൻസ് ദ ഹാസ് ബീൻ യൂസ് ചെയ്തു. ഇനി നമ്മളിപ്പം കഴിഞ്ഞ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ അവൻ കുറച്ച് സമയമായിട്ട് നിന്നെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നിരുന്നു, അല്ലേ? അത് കഴിഞ്ഞ സ്പോട്ടിൽ പറയാണ്, നമ്മൾ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ കാത്തു നിന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ. ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത്. ഹി ഹാഡ് ബീൻ, അവിടെ ഹി ആയാലും ദേ ആയാലും ഒക്കെ ഹാഡ് ബീൻ തന്നെയാണ്. ഹി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഫോർ സം ടൈം. വേറൊരു വ്യത്യാസമില്ല. അപ്പൊ ഈ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ.
അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഞാൻ തന്ന സെന്റൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.